5th സെമസ്റ്റർ BSc നഴ്സിംഗ് സിലബസ് അനുസരിച്ച് എഡ്യൂക്കേഷണൽ ടെക്നോളജി ആൻഡ് നഴ്സിംഗ് എഡ്യൂക്കേഷനെ ബേസ് ചെയ്തുള്ള ക്ലാസ്സസ് ആണ്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലെയും BSc നഴ്സിംഗ് കോളേജസ് ഫോളോ ചെയ്യുന്നത് INC സിലബസ് ആണ്. അതുകൊണ്ട് തന്നെ ഏത് സ്റ്റേറ്റിൽ പഠിക്കുന്നവരാണെങ്കിലും അവർക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആണ്. എഡ്യൂക്കേഷണൽ ടെക്നോളജി ആൻഡ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ്റെ കംപ്ലീറ്റ് യൂണിറ്റിൻ്റെ ക്ലാസ്സസ് ആവശ്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്ക് എഡ്യൂക്കേഷണൽ ടെക്നോളജി ആൻഡ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ്റെ കംപ്ലീറ്റ് സിലബസ് കവറേജ്, അതോടൊപ്പം നോട്ട് ആവശ്യമുള്ളവർക്ക് നോട്ട്, പോസിബിൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആൻഡ് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്ക് 1 ഇയർ വാലിഡിറ്റിയാണ് ഉള്ളത്. 799 റുപ്പീസ് ആയിരിക്കും ഓരോ കാൻഡിഡേറ്റും പേ ചെയ്യേണ്ടത്. എഡ്യൂക്കേഷണൽ ടെക്നോളജി ആൻഡ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ്റെ സിലബസ് ആണിത്. ഞാൻ ഓൾറെഡി പറഞ്ഞു എല്ലാ സ്റ്റേറ്റിലും സെയിം സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത് എന്ന്. ചില സ്റ്റേറ്റിലെ സിലബസിൽ മാത്രമാണ് ഏത് ബുക്സ് ആണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് പറയുന്നുള്ളൂ. ഇത് കേരള യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ പറയുന്നത് തന്നെയാണ് കർണാടകയിലെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി, MGR യൂണിവേഴ്സിറ്റി, ആന്ധ്ര എല്ലാ സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് ഒന്ന് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ആൻഡ് തിയററ്റിക്കൽ ഫൗണ്ടേഷൻ ആണ്. ആക്ച്വലി നേഴ്സിംഗ് എഡ്യൂക്കേഷൻ ഒരുപാട് നിങ്ങൾക്ക് കവർ ചെയ്യാനുണ്ട്. അതിന് 20 അവേഴ്സാണ് തിയറിക്ക്, 20 അവേഴ്സിന് പ്രാക്ടിക്കൽ. അതുകൊണ്ട് സമ്മറൈസ് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. അതോടൊപ്പം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് കൂടുതൽ അത് ഫോക്കസ് ചെയ്യേണ്ടി വരും. സെക്കൻഡ് ചാപ്റ്റർ അസസ്മെൻറ്റ് ആൻഡ് യൂണിറ്റ് പ്ലാനിംഗ് ആണ്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കരിക്കുലം പ്ലാനിംഗ് ആണ്. തേർഡ് ഇംപ്ലിമെൻറ്റേഷൻ, ദാറ്റ് മീൻസ് ടീച്ചിങ് ഇൻ ക്ലാസ് റൂം ആൻഡ് സ്കിൽ ലാബ്. തേർഡ്, ഫോർത്ത് ഇങ്ങനെയുള്ള കുറേ യൂണിറ്റുകളിലെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആൻസർ എഴുതുന്നതിൽ കുറച്ച് ഒരു വ്യത്യാസങ്ങളൊക്കെ വേണം. അത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ദെൻ എഡ്യൂക്കേഷണൽ ടീച്ചിങ് മീഡിയ. ഈ മീഡിയയിൽ നിന്ന് പലപ്പോഴും എസ്സേ വരാറുണ്ട്. അതുകൊണ്ട് അത് പഠിക്കേണ്ട ചാപ്റ്ററാണ്. ദെൻ അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ, ദെൻ ഗൈഡൻസ് ആൻഡ് അഡ്വൈസ്, അതർവൈസ് ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട്. ദ ലാസ്റ്റ് ചാപ്റ്റർ എത്തിക്സ് ആൻഡ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇത് റെഫറൻസിന് വേണ്ടി പ്രിഫർ ചെയ്യുന്ന ബുക്സ്, അതായത് റെക്കമെൻഡ് ചെയ്യുന്ന ബുക്സ് ഇവിടെ ഒരു 11 ബുക്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബെസ്റ്റ് ബുക്സിൽ നിന്ന് തന്നെയാണ് നമ്മുടെ എല്ലാ ക്ലാസ്സും B ശങ്കരനാരായണൻ്റെ ബുക്കിൽ നിന്നാണ്. അതോടൊപ്പം ഇതിൽ പറയുന്ന പല ബുക്സിൽ നിന്നും കുറച്ച് റെഫറൻസുകൾ എടുക്കുന്നുണ്ട്. എസ്പെഷ്യലി ജസ്പ്രീത് കൗറിൻ്റെ ബുക്ക്, JC അഗർവാളിൻ്റെ ബുക്ക്, സുരേഷ് ശർമ്മ, ഇങ്ങനെ പലരുടെ ബുക്കിൽ നിന്നും ഈസി ആയിട്ടുള്ള രീതിയിൽ എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മെയിനായിട്ടും പഠിക്കുന്നത് B ശങ്കരനാരായണൻ്റെ ബുക്കിൽ നിന്ന്, അതായത് B ശങ്കരനാരായൺ ആൻഡ് B സിന്ധു, ഈ ബുക്കിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് എല്ലാ കോളേജസിലും എല്ലാ യൂണിവേഴ്സിറ്റിയിലും പറയുന്നത്. സോ നമ്മുടെ ക്ലാസ് എപ്പോഴും ബെസ്റ്റ് ബുക്കിനെ ബേസ് ചെയ്താണ്. അതനുസരിച്ച് അതിനെ ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇതിൽ 15 ബുക്സിൻ്റെ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. എക്സാം പാറ്റേണും സെയിം ആയിരിക്കും. എങ്ങനെയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, പ്രാക്ടിക്കൽ സെക്ഷൻ എന്തൊക്കെ, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഫർദർ ക്ലാസ്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സസ് എല്ലാം മലയാളത്തിലായിരിക്കും. കാരണം മലയാളം സ്റ്റുഡൻസ് ആണ് കൂടുതലും ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ അപ്രോച്ച് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ക്ലാസ്സസ് ആവശ്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്ത ഇംഗ്ലീഷ് ക്ലാസ്സസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇന്ന് നമുക്ക് അസസ്മെൻറ്റ് ഓഫ് ടീച്ചർ ആൻഡ് ടീച്ചിങ് സ്റ്റൈൽ, ഇത് സെക്കൻഡ് യൂണിറ്റിൽ നിന്നാണ്. അസസ്മെൻറ്റ് ആൻഡ് പ്ലാനിംഗ് എന്ന സെക്കൻഡ് യൂണിറ്റിൽ നിന്നുള്ള ഒരു പോർഷനാണ്. ഇതിനെക്കുറിച്ച് കാണാം. ഫസ്റ്റ്, അസസ്മെൻറ്റ് ഓഫ് ടീച്ചർ. ദ പർപ്പസസ് ഓഫ് ടീച്ചർ അസസ്മെൻറ്റ് ഈസ് ടു ഇവാലുവേറ്റ് ടീച്ചർ പെർഫോമൻസ് ആൻഡ് ഐഡൻറ്റിഫൈ ഏരിയ വെയർ ഇംപ്രൂവ്മെൻറ്റ് ഈസ് നീഡഡ്. അസസ്മെൻറ്റ് എപ്പോഴും ഒരു എക്സാം എഴുതുമ്പോൾ അസസ്മെൻറ്റ് ഓഫ് ടീച്ചറിന്, അതായത് അസസ്മെൻറ്റ് ഓഫ് ടീച്ചർ മീൻസ് ക്വാളിറ്റി, എന്തൊക്കെ ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ഗുഡ് ടീച്ചറിന് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിറ്റി, അങ്ങനെ പല ടൈപ്പിൽ ക്വസ്റ്റ്യൻ വരും. അസസ്മെൻറ്റ് ഓഫ് ടീച്ചർ എന്ന് വരാം, ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ടീച്ചർ എന്ന് വരാം, എസെൻഷ്യൽ ക്വാളിറ്റീസ്, എന്ത് വന്നാലും ഒരേ ആൻസറാണ് എഴുതേണ്ടത്. എപ്പോഴും അതിനൊരു ഇൻട്രൊഡക്ഷൻ വേണം. അത് ഇൻട്രൊഡക്ഷനാണ്. ദ പർപ്പസ് ഓഫ് ടീച്ചിങ് അസസ്മെൻറ്റ് ടു ഇവാലുവേറ്റ് ദ ടീച്ചർ പെർഫോമൻസ്, അതായത് അതുവരെയുള്ള ടീച്ചറിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ ഐഡൻറ്റിഫൈ ഏരിയ വെയർ ഇംപ്രൂവ്മെൻറ്റ് ഈസ് നീഡഡ്, അതിൽ ഏത് ഏരിയയിലാണ് ഇംപ്രൂവ്മെൻറ്റ് വേണ്ടത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ടീച്ചേഴ്സ് അസസ്മെൻറ്റിൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്.
The assessment process can be used to provide feedback and support for professional development, to inform decision about teacher retention or promotion, or evaluate teacher effectiveness for accountability and purpose. ഇതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളവർക്ക്, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആദ്യത്തെ ഒരു സെൻറ്റൻസും പഠിച്ചാലും നിങ്ങൾക്ക് നോ ഇഷ്യൂ പഠിക്കാവുന്നതാണ്. ഇത് രണ്ടാമത്തെ സെൻറ്റൻസിൽ പറയുന്നത് അസസ്മെൻറ്റ് പ്രോസസ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊവൈഡ് ഫീഡ്ബാക്ക്. അസസ് ചെയ്താൽ മാത്രമേ ടീച്ചറിന് ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഏതൊക്കെ ഏരിയയാണ് ബെസ്റ്റ് ആയിട്ടുള്ളത്, ഏതൊക്കെ ഏരിയയിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത്, അങ്ങനെ ഒരു ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് കൊടുക്കാം. അതൊരു പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന്, കൂടുതൽ ഡെവലപ്മെൻറ്റ് ആകാൻ ടീച്ചറിനെ സഹായിക്കും. ദ സെയിം ടൈം ടു ഇൻഫോം ഡിസിഷൻ അബൌട്ട് ടീച്ചർ റിറ്റൻഷൻ, ടീച്ചറിനെ റിറ്റെയിൻ ചെയ്യണോ അതോ ടീച്ചറിൻ്റെ ഒരു പ്രൊബേഷൻ പീരീഡ് കഴിയുമ്പോൾ പ്രൊബേഷൻ എക്സ്റ്റെൻഡ് ചെയ്യാതിരിക്കണോ, ഇങ്ങനെയുള്ള, അതോ പ്രൊമോഷൻ കൊടുക്കണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ടീച്ചർ അസസ്മെൻറ്റിനെ ബേസ് ചെയ്താണ്. ടീച്ചർ അസസ്മെൻറ്റിന് 2 ഫാക്ടറാണ്. സ്റ്റുഡൻ്റാണ് ഫസ്റ്റ് അസസ് ചെയ്യുന്നത്, സെക്കൻഡ് ടീച്ചേഴ്സ് തന്നെയാണ്. പക്ഷേ നമ്മളിത് ഓർക്കും ഇതൊന്നും നടക്കുന്നില്ലല്ലോ എന്ന്. പക്ഷേ ഇതൊന്നും യൂഷ്വലി നടക്കാറില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ നടക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു റൈറ്റ് മെത്തേഡ്. എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് എ ടീച്ചർ, ഇതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിൻറ്റ്സ്. ഫസ്റ്റ്, ഡിസൈറബിൾ പേഴ്സണൽ ട്രൈറ്റ്സ്. ഡിസൈറബിൾ അതായത് ഒരു വ്യക്തിക്ക് ആവശ്യമായ ഒരു പേഴ്സണാലിറ്റി വേണം. അതാണ് ടീച്ചർ ഷുഡ് ബി എ പേഴ്സൺ ഹൂ ഈസ് ലൈക്കബിൾ, അപ്രോച്ചബിൾ, enthusiastic, caring, active, have neat appearance, dress modestly and simply, have a sense of humor and always be a helping hand to the students. ഇത് ഇത്രയും പഠിക്കാൻ പറ്റത്തില്ലാത്തവർക്ക് കുറച്ച് പോയിൻ്റൊക്കെ വിട്ടാലും കുഴപ്പമില്ല. പക്ഷേ ഈ പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസൈറബിൾ പേഴ്സണൽ ട്രൈറ്റ്സ് ഈ ബുക്ക് ശങ്കരനാരായണൻ്റെ ബുക്കിനെ ബേസ് ചെയ്താണ്. എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടാവുന്നത് ഏറ്റവും നല്ലൊരു ബുക്കാണ് ശങ്കരനാരായണൻ ബുക്ക്. സോ എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് തോന്നണം, അപ്രോച്ച് ചെയ്യണം. അതായത് സ്റ്റുഡൻസിന് അപ്രോച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരെ അതൊരു ബെസ്റ്റ് ടീച്ചറല്ല. എന്തൂസിയാസ്റ്റിക് ആയിരിക്കണം, എല്ലാ കാര്യത്തിലും ഒരു എന്തൂസിയാസം വേണം. കെയറിങ് ആയിരിക്കണം, ആക്റ്റീവ് ആയിരിക്കണം. ഡള്ളായിട്ട് ഉറങ്ങിയിരിക്കുന്ന ടീച്ചേഴ്സിനെ ഒരു സ്റ്റുഡൻസും അപ്രീഷിയേറ്റ് ചെയ്യാറില്ല. നീറ്റ് ഡ്രസ്സിങ് ആയിരിക്കണം, നല്ല സിമ്പിളായിട്ട് ഡ്രസ്സ് ഇടണം. ഒരുപാട് മേക്കപ്പും ഓർണമെൻറ്റ്സും ഒന്നും ഇട്ട് വരുന്നവരെയും ആരും അപ്രീഷിയേറ്റ് ചെയ്യാറില്ല. സെൻസ് ഓഫ് ഹ്യൂമർ, എപ്പോഴും സീരിയസ് ആയിട്ട് മുഖം വീർപ്പിച്ചിരിക്കുന്ന ടീച്ചറിനേക്കാളും ഒരു കുറച്ച് സെൻസ് ഓഫ് ഹ്യൂമറുള്ള ടീച്ചേഴ്സിനെയാണ് സ്റ്റുഡൻസ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഇഷ്ടമാണ്, അതായത് സ്റ്റുഡൻസിന് ഒരു ടീച്ചറിനെ ഇഷ്ടമാണെങ്കിൽ ആ ടീച്ചർ ബെസ്റ്റാണ് എന്നാണ് അതിനർത്ഥം. നെക്സ്റ്റ്, യൂസ് ഓഫ് ഇഫക്റ്റീവ് ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്. എല്ലാ ടീച്ചിങ് ലേണിംഗ് മെത്തേഡും യൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. പഴയ ഒരു രീതി ജസ്റ്റ് ലെക്ചർ മെത്തേഡായിരിക്കും, ബുക്ക് കൊണ്ടുവരിക, വായിക്കുക, ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇതായിരുന്നു. ഇത് മാറി. സോ യൂസ് ഓഫ് ഇഫക്റ്റീവ് ടീച്ച് ലേണിംഗ് മെത്തേഡ് എല്ലാം യൂസ് ചെയ്യണം. പവർ പോയിൻ്റ് അല്ലാതെ എല്ലാ ആക്ടിവിറ്റീസ്, റോൾ പ്ലേ, ഇതെല്ലാം കണ്ടക്ട് ചെയ്യാനും യൂസ് ചെയ്യാനും അറിയാവുന്നവരായിരിക്കണം ഒരു ടീച്ചർ. എ ഗുഡ് ടീച്ചർ ഓൾവേസ് ഫോളോ ദ ഗൈഡ് ലൈൻ ഇൻറ്റൻഡഡ് ടു സെലക്ടിങ് ദ അപ്രോപ്രിയേറ്റ് മെത്തേഡ് ആൻഡ് യൂസ് ഡിഫറെൻറ്റ് മെത്തേഡ് or effective and efficient combination of method for achieving learning aim. ഇത്ര എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിലും യൂസ് ഓഫ് ഇഫക്റ്റീവ് ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്. ദ ടീച്ചർ ഷുഡ് നോ ഹൗ ടു യൂസ് ദ ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. അങ്ങനെ എഴുതിയാലും മതി, ടീച്ചിങ് ടെക്നിക്ക് എന്ന് എഴുതിയാലും മതി. അല്ല നന്നായിട്ട് ഫുൾ മാർക്കൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഇതുപോലെ എഴുതാവുന്നതാണ്. അതായത് ആ സിലബസിൽ പറയുന്ന ഗൈഡ് ലൈൻ അനുസരിച്ച് പല മെത്തേഡ്സ്, എന്തൊക്കെ മെത്തേഡ്സാണ് നമ്മൾ പറയും. പിന്നെ മെത്തേഡ്സ് എല്ലാം ഇഫക്റ്റീവ്ലിയും എഫിഷ്യൻ്റ്ലിയും അതർവൈസ് കമ്പൈൻ ചെയ്ത് ഇത് രണ്ടും കൂടെ യൂസ് ചെയ്യാൻ അറിയാവുന്നവർ ആയിരിക്കണം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ദ ടീച്ചർ ഈസ് ഏബിൾ ടു യൂസ് ദ ടീച്ചിങ് മെത്തേഡ്, ഡിഫറെൻറ്റ് ടീച്ചിങ് മെത്തേഡ് ഇഫക്റ്റീവ്ലി. തേർഡ്, ക്രിയേറ്റർ ഓഫ് എ ഗുഡ് ക്ലാസ് റൂം എൻവയോൺമെൻറ്റ്. ഒരു ഗുഡ് ക്ലാസ് റൂം എൻവയോൺമെൻ്റ് ആയിരിക്കണം. അതായത് ഒരു ടീച്ചർ വരുമ്പോഴത്തേക്ക് പിള്ളേരെല്ലാം മിണ്ടില്ല, സൈലൻ്റ് ആയിട്ടിരിക്കും, സ്കേഡാണ്, അല്ലെങ്കിൽ അവരൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, ആക്റ്റീവ് അല്ല, ഇങ്ങനെയുള്ള, അതല്ലെങ്കിൽ ചില ടീച്ചേഴ്സിന് കംപ്ലീറ്റ് ടൈം ഉറങ്ങുവാണ്. ഇങ്ങനെയുള്ള ഒന്ന് ക്ലാസ് റൂം മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതല്ല. ഒരു ക്ലാസ് റൂം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ആക്റ്റീവായിട്ട് ഇരിക്കണം, ഫീഡ്ബാക്ക് തരണം, അതോടൊപ്പം അവർ ക്ലാസ്സിൽ എൻഗേജ്ഡ് ആയിരിക്കണം, പഠിക്കണം. ഇതാണ്. ഇതിനൊരു ടീച്ചറിന് സ്കില്ല് ആവശ്യമാണ്. ചില ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സിൽ പിള്ളേർ ഭയങ്കര ബഹളം വെക്കും, ചിലരുടെ ക്ലാസ്സിൽ എപ്പോഴും ഇരുന്ന് ഉറങ്ങും. ഇതൊക്കെ നമ്മൾ കണ്ടേക്കുന്നതാണ്. ഇതൊക്കെ ക്രിയേറ്റ് എ ഗുഡ് ക്ലാസ് റൂം എൻവയോൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. എ ഗുഡ് ടീച്ചർ ഓൾവേസ് മേക്ക് ദ ക്ലാസ് റൂം സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ്
എൻവയോൺമെൻറ്റ് റാദർ ദാൻ ടീച്ചർ സെൻറ്റേഡ്. സ്റ്റുഡൻറ് സെൻറ്റേഡ് മീൻസ് സ്റ്റുഡൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വേണം. ക്വസ്റ്റ്യൻ ഇടയ്ക്ക് ചോദിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല ആക്ടിവിറ്റീസ് ചെയ്യുക. അതാണ് സ്റ്റുഡൻറ് സെൻറ്റേഡ് മെത്തേഡ്. ടീച്ചർ സെൻറ്റേഡ് മീൻസ് ജസ്റ്റ് ബുക്ക് വായിക്കുക, അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക, അതാണ് ടീച്ചർ സെൻറ്റേഡ്. അതായിരിക്കരുത്, സ്റ്റുഡൻറ് സെൻറ്റേഡ് മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് എൻകറേജ് സ്റ്റുഡൻറ് പാർട്ടിസിപ്പേഷൻ ഇൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്, പേയിങ് അറ്റൻഷൻ ടു വീക്ക് സ്റ്റുഡൻറ്റ്. സ്റ്റുഡൻസിനെ എൻകറേജ് ചെയ്യണം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. ഏതെങ്കിലും വീക്ക് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കണം, അല്ലെങ്കിൽ അവരെ ഇങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. പലപ്പോഴും നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, ബെസ്റ്റായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിനെ പ്രൊമോട്ട് ചെയ്യുക, ബാക്കിയുള്ളവരെ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. അങ്ങനെയല്ല ചെയ്യേണ്ടത്. വീക്കായിട്ടുള്ള സ്റ്റുഡൻസിനെയാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ദെൻ കൺട്രോളിങ് ദ സ്റ്റുഡൻസ് ആൻഡ് ഡിസൈനിങ് കൺട്രോൾ ചെയ്യുക. അതോടൊപ്പം കൺട്രോൾ ചെയ്യണം. ഒരുപാട് ഓടി നടക്കാനോ ബഹളം വെക്കാനോ ഒന്നും സമ്മതിക്കല്. ഒരു ടീച്ചറിൻ്റെ കൺട്രോളിലായിരിക്കണം ഒരു ക്ലാസ് റൂം നടക്കേണ്ടത്. Then design teaching accordance to the capability and capacity and level of students. സ്റ്റുഡൻസിൻ്റെ ലെവൽ അനുസരിച്ച് വേണം ആക്ടിവിറ്റീസ്. 1ാം ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ചെയ്യാൻ പറയുന്ന അതൊന്നും അവരുടെ കേപ്പബിലിറ്റിയുടെ അണ്ടറിലുള്ളതല്ല. സോ ഓരോ ക്ലാസ്സിനും എത്രമാത്രം കേപ്പബിലിറ്റി ഉണ്ടോ അതനുസരിച്ച് വേണം ക്ലാസ് റൂമിലെ ഓരോ ടീച്ചിങ് ടെക്നിക്കുകളും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി. 3 പോയിൻ്റ് പഠിച്ചു. 4ാമത്തെ മാസ്റ്ററി ഓഫ് കോമ്പിറ്റൻസി. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ആണ്. ഫസ്റ്റ് എഴുതിയേക്കുന്ന എല്ലാം ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. എല്ലാ പോയിൻറ്റും എഴുതാൻ സാധിക്കില്ലാത്തവർക്ക് കുറച്ചെങ്കിലും പഠിക്കുക. ഇത് എസ്സേ ആയിട്ടും ഷോർട്ട് നോട്ടായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. മാസ്റ്ററി ഓഫ് കോമ്പിറ്റൻസിയിൽ എബിലിറ്റി ടു ഇൻസ്പയർ സ്റ്റുഡൻസ്, providing counseling and guidance as needed, possess some special skill and ability in teaching, have knowledge and effective management skill. That means ഒരു ടീച്ചർ സ്റ്റുഡൻസിനെ ഇൻസ്പയർ ചെയ്യണം. ടീച്ചറിനെ പോലെ ആകണം, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു റോൾ മോഡലിനെ എടുത്ത് അവരെ ഇൻസ്പയർ ചെയ്യണം, ഇങ്ങനെ വേണം എന്ന്. അതിന് മീൻസ് കമ്പയർ ചെയ്യുകയല്ല, ഓരോ സ്റ്റുഡൻസിൻ്റെയും കപ്പാസിറ്റി അനുസരിച്ച് ഇൻസ്പയർ ചെയ്യുക. ആവശ്യമുള്ളവർക്ക് കൗൺസിലിങ്ങും ഗൈഡൻസും കൊടുക്കുക. ഒരു ടീച്ചിങ് സ്കില്ല് വേണം. ബേസിക്കലി ചില ടീച്ചേഴ്സ് നന്നായിട്ട് പഠിപ്പിക്കാൻ അറിയാം, പെട്ടെന്ന് സ്റ്റുഡൻസിന് മനസ്സിലാവും. ചില ടീച്ചേഴ്സിന് ഒരുപാട് വിവരമാണ്, പക്ഷേ അവർക്കത് മനസ്സിലാക്കാൻ പോലെ പഠിപ്പിക്കാൻ അറിയില്ല. അപ്പോൾ ദാറ്റ് മീൻസ് ടീച്ചിങ് സ്കിൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ നല്ല നോളജ് വേണം. പഠിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഹാവ് ഇനഫ് നോളജ് ആൻഡ് മാനേജ്മെൻറ്റ് സ്കിൽ ഓൾസോ ടീച്ചർ മസ്റ്റ് ഹാവ്. എബിലിറ്റി ടു ജഡ്ജ് സ്റ്റുഡൻറ്റ് ഫെയർലി. സ്റ്റുഡൻസിനെ അവരുടെ ആവശ്യമില്ലാതെ ജഡ്ജ് ചെയ്യാൻ പാടില്ല, ഒരു നല്ല രീതിയിൽ വേണം ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പോസസ് ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് സ്റ്റുഡൻറ്റ് കണ്ടിന്യൂസ്ലി, ഏബിൾ ടു പെർഫോം സെൽഫ് അനലൈസിസ് ആൻഡ് എബിലിറ്റി ടു അക്സെപ്റ്റ് ക്രിറ്റിസിസം പോസിറ്റീവ്ലി. ഇതിലൊരുപാട് പോയിൻറ്റ്സ് പറയുന്നുണ്ട്. നിങ്ങൾ കുറച്ചെങ്കിലും പോയിൻറ്റ്സ് അറിഞ്ഞിരിക്കുക. ഇതിൽ ഇൻസ്പയറിംഗ് ആയിരിക്കണം, ഗൈഡൻസ് ആൻഡ് സപ്പോർട്ടൊക്കെ കൊടുക്കാൻ സാധിക്കണം. ഷി മസ്റ്റ് ഹാവ് എനഫ് നോളജ് ആൻഡ് മാനേജ്മെൻറ്റ് സ്കിൽ. ദെൻ സ്റ്റുഡൻസിനെ ജഡ്ജ് ചെയ്യാതിരിക്കുക. ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യണം. ഏതെങ്കിലും സ്റ്റുഡൻസ് പഠിക്കുന്നില്ല എന്ന് കണ്ടാൽ പെട്ടെന്ന് അത് അസസ് ചെയ്യാനും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ഒരു ടീച്ചറിന് സാധിക്കണം. അതോടൊപ്പം സെൽഫ് അനലൈസിസ്, ഞാൻ എൻ്റെ ക്ലാസ് എങ്ങനെയാണ്, സ്റ്റുഡൻസിന് മനസ്സിലാകുന്നുണ്ടോ എന്നും അവർക്ക് അറിയാനുള്ള ഒരു കേപ്പബിലിറ്റി വേണം. പിന്നെ ഏതെങ്കിലും ക്രിറ്റിസിസം വന്നാൽ അക്സെപ്റ്റ് ചെയ്യണം. അതായത് ടീച്ചറിന് ചിലപ്പോൾ മിസ്റ്റേക്കുകൾ വരും, അത് ഏതെങ്കിലും സ്റ്റുഡൻസ് കറക്റ്റ് ചെയ്താൽ അത് അക്സെപ്റ്റ് ചെയ്യുക. കാരണം ഇന്നത്തെ ജനറേഷനിൽ സ്റ്റുഡൻസിന് കൂടുതൽ മീഡിയ ആയിട്ടും ടെക്നോളജി ആയിട്ടും റിലേഷൻ ഉള്ളതുകൊണ്ട് പല സ്റ്റുഡൻസിനും ടീച്ചറിനേക്കാളും പല കാര്യങ്ങളിലും നോളജ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുക. പ്രൊഫഷണൽ ഡിസിഷൻ മേക്കർ ആയിരിക്കണം. ബൈ യൂട്ടിലൈസിങ് ദ കോമ്പിറ്റൻസി, ടീച്ചർ ഹാസ് ടു ഡിസൈഡ് whom to teach, why to teach, where to teach, what to teach, how to teach and when to teach. അതായത് ടീച്ചറിനൊരു കോമ്പിറ്റൻസി ഉണ്ട്. കോമ്പിറ്റൻസി നമ്മൾ മുകളിൽ പറഞ്ഞു. ടീച്ചിങ് സ്കില്ല്, മാനേജ്മെൻറ്റ് എബിലിറ്റി, സ്റ്റുഡൻസ് പെർഫോമൻസ് അസസ്മെൻറ്റ്, സെൽഫ് അസസ്മെൻറ്റ്, ഇതെല്ലാം ടീച്ചിങ് കോമ്പിറ്റൻസിയുടെ അണ്ടറിൽ വരുന്നതാണ്. ഇതനുസരിച്ച് വേണം ഡിസിഷൻ ചെയ്യാൻ. ഡിസിഷൻ ചെയ്യുമ്പം ആരെയാണ് പഠിപ്പിക്കേണ്ടത്, ഏത് ഗ്രൂപ്പിനെയാണ് പഠിപ്പിക്കേണ്ടത്, എന്തിനാണ് പഠിപ്പിക്കുന്നത്, അപ്പം എന്ത് കാര്യത്തിനാണ് ഞാനിത് പഠിപ്പിക്കുന്നത്, അപ്പോൾ അതനുസരിച്ചുള്ള രീതിയിൽ വേണം ക്ലാസ് റൂമിലേക്ക് ക്ലാസ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരാൻ.
എവിടെയാണ് പഠിപ്പിക്കേണ്ടത്, ക്ലാസ്സിലാണോ ലാബിലാണോ, എന്താണ് ഇവിടെ ആ ക്ലാസ്സിൽ പെർഫോം ചെയ്യേണ്ടത്, ഏത് രീതിയിൽ ടീച്ച് ചെയ്യണം, സ്കിറ്റാണോ റോൾ പ്ലേ ആണോ അതോ സെയിം ലെക്ചറാണോ, ഇങ്ങനെയൊക്കെ. അപ്പോൾ എപ്പോഴാണ് ക്ലാസ് എടുക്കുക, ഇങ്ങനെ ഇതിനെക്കുറിച്ചൊരു തറവായിട്ടുള്ളൊരു നോളജും ഒരു ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റിയും വേണം. ചില ദിവസം ടീച്ചർ പറയും നമുക്ക് ഡെമോൺസ്ട്രേഷനാണ്, ഇന്ന് നമുക്ക് റോൾ പ്ലേ ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസാണ്, ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്ന ടീച്ചറാണ്. നെക്സ്റ്റ്, ഇൻ ഡെപ്ത് നോളജ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ. ഇൻ ഡെപ്ത് നോളജ്, പഠിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് നല്ലൊരു അറിവ് വേണം. അതായത് ഒരു ടീച്ചർ ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ ആ ചാപ്റ്ററിനെ കുറിച്ച് ടീച്ചറിന് അറിയില്ലെങ്കിൽ അത് സ്റ്റുഡൻസിന് വേഗം മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ടീച്ചറിന് അതിനെക്കുറിച്ച് നല്ല ഒരു അറിവുണ്ടായിരിക്കണം. ടീച്ചർ ഷുഡ് പൊസസ് ഇൻ ഡെപ്ത് നോളജ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ. നിങ്ങൾക്ക് ആൻസർ ഇങ്ങനെ എഴുതാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ടീച്ചറിനെ അസസ് ചെയ്യുക എന്നുള്ളതുപരി നിങ്ങൾ മാർക്ക് കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ആരെങ്കിലും ഒരിക്കൽ ടീച്ചറാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ആകുക എന്നുള്ളതും ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ടീച്ചർ എക്സ്പെക്റ്റേഷൻ. ടീച്ചർ എക്സ്പെക്റ്റേഷൻ ഓൺ സ്റ്റുഡൻറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മോട്ടിവേറ്റിംഗ് സ്റ്റുഡൻസ്. അതായത് എൻ്റെ സ്റ്റുഡൻസ് എല്ലാം നന്നായിട്ട് വരണം എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ടീച്ചറിനുണ്ടെങ്കിൽ അതനുസരിച്ച് മോട്ടിവേറ്റ് ചെയ്യും. അതായത് സിമ്പിളായിട്ട് ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളല്ല, ഇന്നത്തെ ജനറേഷനിൽ ഇന്നത്തെ സൊസൈറ്റി ജീവിക്കാൻ വേണ്ട ഒരു സപ്പോർട്ടും കൂടെ ടീച്ചറിൽ നിന്ന് കിട്ടും. ജസ്റ്റ് അസൈൻമെൻറ്റ് കൊടുക്കുക എന്നുള്ളതല്ല, അത് കൂടുതൽ ഇവരൊക്കെ നാളത്തെ ജനറേഷനാണെന്നുള്ള രീതിയിൽ വേണം ഒരു ടീച്ചർ ഒരു സ്റ്റുഡൻറ്റിനെ മാനേജ് ചെയ്യാൻ. ട്രീറ്റ് സ്റ്റുഡൻറ്റ് ഫെയർലി. എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യണം, പാർഷ്യാലിറ്റിയേ പാടില്ല. അതൊരു ടീച്ചറിനുള്ള ഏറ്റവും ബാഡ് ക്വാളിറ്റിയാണ്, പാർഷ്യാലിറ്റിയേ പാടില്ല. ഇതിൽ പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചേഴ്സും പലപ്പോഴും ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട് ഇങ്ങനെ. അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. പല സ്റ്റുഡൻസും കംപ്ലയിൻറ്റ് ചെയ്യുന്നത് ആ ടീച്ചറിൻ്റെ പാർഷ്യാലിറ്റിയാണ്, ഈ ടീച്ചറിൻ്റെ പാർഷ്യാലിറ്റി ആണെന്നുള്ളതാണ്. പാർഷ്യാലിറ്റി എല്ലാവരും വെറുക്കുന്ന കാര്യമാണ്. എക്സ്പ്രസ് എ സ്ട്രോങ് ട്രസ്റ്റ് ഇൻ സ്റ്റുഡൻറ്റ്. എൻകറേജ് സ്റ്റുഡൻറ്റ് ടു എക്സ്പ്ലോർ and hunt for more knowledge, share source of learning material and treat സ്റ്റുഡൻറ്റ് വിത്ത് സിമ്പിൾ ഡീസൻസി. വളരെ സിമ്പിളായിട്ടും ഡീസൻ്റായിട്ടും ചെയ്യുക. അവരൊരു ഐഡൻറ്റിറ്റി അവർക്കൊണ്ടൊരു പേഴ്സണാലിറ്റി ഉണ്ടെന്നുള്ള നിലയിൽ അവരെ ട്രീറ്റ് ചെയ്യുക. നമുക്ക് കഴിയുന്ന എല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. സോഴ്സ് എവിടെ നിന്നാണ് പഠിക്കേണ്ടത്, മീൻസ് ഏതെങ്കിലും സൈറ്റ് പറഞ്ഞു കൊടുക്കുക, ബുക്സ് പറഞ്ഞു കൊടുക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും. മെയിൻ ഇൻറ്റൻഷൻ സ്റ്റുഡൻസ് പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. Provide timely feedback. Proper feedback is essential to keep learner practice moving forward and towards improvement. അതായത് പ്രോപ്പറായിട്ടൊരു ഫീഡ്ബാക്ക്. ഒരു കൊച്ച് പഠിച്ചു, ഒരു ക്ലാസ് ടെസ്റ്റ് ഇട്ടു, ആ ക്ലാസ് ടെസ്റ്റിനെ ബേസ് ചെയ്ത് ആ സ്റ്റുഡൻറ്റിൻ്റെ ഏത് ഏരിയയിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ടൈംലി പറഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് സ്റ്റുഡൻറ്റിന് ആ ഒരു സിറ്റുവേഷന് മുമ്പിലേക്ക് നടക്കാൻ സാധിക്കുള്ളൂ. സോ ഫീഡ്ബാക്ക് ഈസ് എസെൻഷ്യൽ ഫോർ ഇമ്പ്രൂവ്മെൻറ്റ് ഓർ മൂവിങ് ഫോർവേഡ്. ഫീഡ്ബാക്ക് ഷുഡ് ബി ടാർഗറ്റഡ് ലേണിംഗ് ഗോൾ ടൈംലി ആൻഡ് ഫ്രീക്വൻ്റ്ലി. ലേണിംഗ് ഗോളിനെ ടാർഗറ്റ് ചെയ്തുള്ളതായിരിക്കണം, അല്ലാതെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളോ വേറെ ഒരു കാര്യങ്ങളോ ആയിരിക്കില്ല. ലേണിംഗ് ഗോളിനെ, അതായത് ഇത്ര മാത്രം ഇത്ര സെമ്മിൽ പഠിക്കണം, അതാണ് ലേണിംഗ് ഗോൾ. അസസ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ്. ഹാവ് എ സിസ്റ്റമാറ്റിക് പ്രോഗ്രാം ടു ഇവാലുവേറ്റ് എഫോർട്ട് ഓഫ് സ്റ്റുഡൻറ്റ്. അവോയ്ഡ് ജഡ്ജിങ് സ്റ്റുഡൻറ്റ്. അസസ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ലേണിംഗ് ഒബ്ജക്റ്റീവ്. അസസ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻറ്റും പ്രൊവൈഡ് ഫീഡ്ബാക്കും ഒക്കെ ഒരുപോലെയാണ്. നിങ്ങൾ ഈ ഹെഡിങ് പഠിച്ചിട്ട് ഒരുപോലെയൊക്കെ എഴുതി വെച്ചാൽ മാർക്കൊക്കെ കിട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിയൊക്കെ എഴുതിയാൽ മതി. എക്സാം എങ്ങനെയാണ് റൈറ്റ് വേയിൽ അപ്രോച്ച് ചെയ്യുന്നതും ഞാൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം എക്സാം അപ്രോച്ച് ചെയ്യുന്നതനുസരിച്ചായിരിക്കും ഇതിൻ്റെ സ്കോർ വീഴുന്നത്. മുഴുവൻ ബൈഹാർട്ട് പഠിച്ച ഒന്നും മാർക്ക് മുഴുവൻ കിട്ടത്തില്ല. അതിനൊരു അപ്രോച്ച് ചെയ്യുന്ന വേ ഉണ്ട്. അസിസ്റ്റ് ടു ബിക്കം സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്. Students find it difficulty to manage their own learning. Teacher should help student to become self-directed learning. സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ അവർ തന്നെ തീരുമാനിക്കുകയാണ് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് എന്ന് സ്റ്റുഡൻസിന് അറിയില്ലായിരിക്കും. ഓരോരുത്തരുടെ രീതിയും കപ്പാസിറ്റിയും കണ്ട് ടീച്ചർ തന്നെ അവർ ഗൈഡ് ചെയ്യണം. നീ ഇങ്ങനെ പഠിച്ചാൽ കൂടുതൽ പഠിക്കും, ഇങ്ങനെ പഠിച്ചാൽ പഠിക്കണം. അങ്ങനെ അവരെ സെൽഫ് ഡയറക്റ്റഡ് ആകണം. അതായത് നോട്ട് കൊടുത്ത് ബൈഹാർട്ട് പഠിപ്പിച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതല്ല, അവരുടെ ഒരു ഇൻട്രസ്റ്റ് അനുസരിച്ച് വേണം പഠിക്കാൻ. അതിന് അവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ട ടീച്ചറിൻ്റെ ജോലിയാണ്. Self-evaluation. Excellent teacher develop and improve their ability through self-evaluation, reflection and willingness to change. സെൽഫ് ഇവാലുവേഷൻ, ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യണം. ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസിന് മനസ്സിലായോ, അത് ഏത് ഏരിയ ആയിരിക്കും ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. സ്റ്റുഡൻസിൽ നിന്നും അതിനുള്ള ഇവാലുവേഷൻ എടുക്കാവുന്നതാണ്. സെൽഫ് ഇവാലുവേഷനും അതിന് സപ്പോർട്ട് ചെയ്യും. ടീച്ചർ അവെയർനെസ്.
According to Vanessa R, excellent teacher have 5 awareness ആണുള്ളത്. അവെയർനെസ് ഓഫ് ലേണർ, പഠിപ്പിക്കാൻ പോകുന്ന സ്റ്റുഡൻസിനെ കുറിച്ച് ഒരു അവെയർനെസ് ഓഫ് ടീച്ചർ ലേണർ ഇൻട്രാക്ഷൻ, അവർ തമ്മിലുള്ള ഒരു റിലേഷൻ ഇൻട്രാക്ഷൻ, അതിനെക്കുറിച്ചൊരു അവെയർനെസ് വേണം. അവെയർനെസ് ഓഫ് സെൽഫ് ആസ് എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ്, ഞാൻ ആ രീതിയിൽ വേണം ബിഹേവ് ചെയ്യാൻ എന്നൊരു അവെയർനെസ് വേണം. അവെയർനെസ് ഓഫ് ടീച്ചിങ് പ്രാക്ടീസ്, എന്താണ് ഞാൻ പഠിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു അവെയർനെസ് വേണം. അവെയർനെസ് ഓഫ് കോണ്ടെക്സ്റ്റ് ഓഫ് ടീച്ചിങ്, പഠിപ്പിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ച്, ഇത് രണ്ടും ഒരുപോലെ വരും, അതിനെക്കുറിച്ചൊരു അവെയർനെസ് വേണം. റോൾ മോഡൽ, ദിസ് ഈസ് എ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ക്വാളിറ്റി റിക്വയർഡ് ബൈ എ ടീച്ചർ. ഒരു ടീച്ചർ എപ്പോഴും സ്റ്റുഡൻസിൻ്റെ റോൾ മോഡൽ ആയിരിക്കണം. അതായത് എല്ലാ ക്വാളിറ്റീസും വേണം. എല്ലാ ടീച്ചേഴ്സിനും ഇല്ലെങ്കിലും ഒരു സ്റ്റുഡൻസിന് അക്യൂർ ചെയ്യാവുന്ന, അവരെ സ്വാധീനിക്കുന്ന എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റീസ് ടീച്ചറിന് വേണം. ത്രൂ റോൾ മോഡലിംഗ് ഷീ ക്യാൻ ബിക്കം എ ഗ്രേറ്റ് എക്സാമ്പിൾ ഫോർ സ്റ്റുഡൻറ്റ് റിഗാർഡിംഗ് മെറിറ്റ്സ് ഓഫ് ഗുഡ് ലിവിങ്. പല സ്റ്റുഡൻസിനും പല ടീച്ചേഴ്സിനും ഇഷ്ടമാണ്. അതുപോലെ നല്ലൊരു റോൾ മോഡൽ ആകുന്നത് കൊണ്ട് അവർ ബെസ്റ്റ് എക്സാമ്പിൾ ആകാം സ്റ്റുഡൻസിന് വേണ്ടി. കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആൻഡ് എഫക്റ്റീവ്ലി ബോത്ത് വെർബലി ആൻഡ് റിട്ടൺ. എഴുതാനും വായിക്കാനും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയണം, നന്നായിട്ട് എഴുതാനും വായിക്കാനും അറിയണം. അങ്ങനെയുള്ളവർക്കാണ് നല്ലൊരു ടീച്ചറാകാൻ സാധിക്കുന്നത്. ദേ ആർ ഏബിൾ എക്സ്പ്ലെയിൻ കോംപ്ലക്സ് ഐഡിയ ഇൻ സിമ്പിൾ ടേം ആൻഡ് ഗുഡ് ലിസണേഴ്സ്. അതായത് കോംപ്ലക്സ് ഐഡിയാസിനെയൊക്കെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിക്കാൻ ഒരു ടീച്ചർ അറിഞ്ഞിരിക്കണം. എമ്പതി, ഗുഡ് ടീച്ചർ ആർ എമ്പതറ്റിക് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദെയർ സ്റ്റുഡൻറ്റ് നീഡ്സ് ആൻഡ് കൺസേൺ. ടീച്ചേഴ്സിന് സ്റ്റുഡൻസിനോട് ഒരു എമ്പതി വേണം. എമ്പതി ഉള്ളവരൊന്നും ഒരുപാട് എംപോസിഷൻ കൊടുക്കുക, ഒരുപാട് പണിഷ്മെൻ്റ് ഒന്നും കൊടുക്കുകയില്ല. എമ്പതി ഉള്ള ടീച്ചേഴ്സിന് അവരുടെ പഠിക്കാൻ ആവശ്യമായ രീതിയിൽ മാത്രമായിരിക്കും എന്തെങ്കിലും പണിഷ്മെൻറ്റോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നത്. ഏബിൾ ടു ക്രിയേറ്റ് എ സേഫ് ആൻഡ് സപ്പോർട്ടീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ് വെയർ ഓൾ സ്റ്റുഡൻറ്റ് ഫീൽ വാല്യൂഡ് ആൻഡ് റെസ്പെക്റ്റഡ്. എല്ലാ സ്റ്റുഡൻസിനെയും വാല്യൂ ചെയ്യുന്ന, റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കൾച്ചറായിരിക്കണം, അല്ലെങ്കിൽ എൻവയോൺമെൻ്റ് ആയിരിക്കണം ഇവർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. പാഷൻ ആൻഡ് എന്തൂസിയാസം, പാഷനേറ്റ് അബൌട്ട് ടീച്ചിങ് ആൻഡ് എന്തൂസിയാസ്റ്റിക് അബൌട്ട് ദെയർ സബ്ജക്റ്റ് മാറ്റർ. പഠിപ്പിക്കാൻ ഇഷ്ടവും വേണം, പഠിപ്പിക്കുന്ന സബ്ജക്റ്റിനോടൊരു താല്പര്യവും വേണം. They can inspire and motivate our student to learn and explore new idea. Next, patience. Teaching can be challenging and good teacher are patient and understanding with their students. കുറച്ച് ക്ഷമയുള്ളവരായിരിക്കണം. പെട്ടെന്ന് ദേഷ്യം വരുന്നവർക്ക് ഒരു ടീച്ചർ ആകാനുള്ള ക്വാളിറ്റി ഇല്ല. They can remain calm and composed even in difficult situation. എത്ര ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ഒരു ക്വയറ്റായിട്ട് ഒരു മാനറിസം ഉള്ളവർക്കാണ് നല്ലൊരു ടീച്ചറാകാൻ സാധിക്കുന്നത്. കണ്ടിന്യൂസ് ലേണിംഗ്. ഗുഡ് ടീച്ചർ ആർ കമ്മിറ്റഡ് ടു കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്. ഇടയ്ക്കിടയ്ക്ക് പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുക, പഠിക്കുക. അല്ലെങ്കിൽ ഒരിക്കൽ ചെയ്ത നോട്ട് വർഷങ്ങളോളം പഠിപ്പിക്കുന്നതോളം വർഷങ്ങളോളം ആ സെയിം നോട്ട് വെച്ചൊന്നും പഠിപ്പിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതും അന്നത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മൂവ് ചെയ്യുന്നതും ഒരു ടീച്ചറിൻ്റെ ക്വാളിറ്റിയുടെ അണ്ടറിൽ വരുന്നതാണ്. ദേ സ്റ്റേ അപ് ടു ഡേറ്റ് വിത്ത് ലേറ്റസ്റ്റ് റിസർച്ച് ആൻഡ് ടെക്നിക് ഇൻ ദെയർ ഫീൽഡ് ആൻഡ് കോൺസ്റ്റൻ്റ്ലി ലുക്കിംഗ് ഫോർ വേ ടു ഇംപ്രൂവ് ദെയർ ടീച്ചിങ് പ്രാക്ടീസ്. അതായത് പുതിയ ടെക്നോളജിയും റിസർച്ചും അനുസരിച്ച് ടീച്ചിങ് പ്രാക്ടീസ് അപ്ഡേറ്റ് ചെയ്യുക. ജനറൽ ക്വാളിറ്റീസ്, ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇത് എന്തായാലും പഠിക്കാതെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ എഴുതിയാൽ മതി. എല്ലാവരും കംപ്ലീറ്റ് എഴുതുമെന്ന് പറയുന്നില്ല, ഇതിന്ന് കുറച്ചൊക്കെ നിങ്ങൾ എഴുതും. ചില പിള്ളേരെല്ലാം എഴുതും. പക്ഷേ ക്വാളിറ്റീസ് ഓഫ് ടീച്ചർ ഇറ്റ്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും എസ്സേയിലോ ഷോർട്ട് നോട്ടിലോ വരുന്നതാണ്. സ്കിൽ ആൻഡ് നോളജബിൾ, ഫ്രണ്ട്ലി ബട്ട് ഫേം, ഗോൾ ഓറിയൻറ്റഡ്, ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ഇഫക്റ്റീവ്ലി, റിഫ്ലക്റ്റീവ് റോൾ മോഡലിന് അണ്ടറിൽ വരുന്നതാണ്. എ ഗുഡ് ലിസണർ, പൊസസ് ഗുഡ് മൊറാലെ ആൻഡ് ഹോണസ്റ്റി, comfortable with uncertainty, good at managing tasks, have high expectation for all students, enjoy their own work and work of students. ഇത് പഠിക്കാൻ സാധിച്ചില്ലെങ്കിലും ബാക്കി പറഞ്ഞത് എല്ലാം ഒന്ന് പഠിക്കേണ്ടതാണ്. ജസ്റ്റ് ഒന്നുകൂടെ ആ പോയിന്റ് പറയാം. ആ പോയിന്റ് നിങ്ങൾ നോട്ട് എഴുതേണ്ട ഒരു നോട്ടായിട്ട് വെക്കുക. ലാസ്റ്റ് നോട്ട് വേണം എന്നുണ്ടെങ്കിൽ ആ നോട്ട് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ്, ഡിസൈറബിൾ പേഴ്സണൽ ട്രേറ്റ്സ്, യൂസ് ഓഫ് ഇഫക്റ്റീവ് ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്, creator of good classroom environment, mastery of competency, professional decision maker, in-depth knowledge of subject matter, teaching expectation, treat student fairly, provide timely feedback, assessment of students, assist to become self-directed learners, then self-evaluation,
ടീച്ചർ അവയർനെസ്, റോൾ മോഡൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, എമ്പതി, പാഷൻ ആൻഡ് എന്തൂസിയാസം, പേഷ്യൻസ്, കണ്ടിന്യൂസ് ലേണിംഗ്. ഇതെല്ലാമാണ് ഒരു ടീച്ചറിൻ്റെ ക്വാളിറ്റി. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ പവർ പോയിൻറ്റിന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ക്ലാസ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണം, അതായത് ഇത്രയും എക്സ്പ്ലനേഷൻ വേണ്ട, അല്ലെങ്കിൽ ഇത്രയും പ്യുവർ മലയാളത്തിൽ സംസാരിക്കേണ്ട, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്, അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ്.